പ്രവാസി സംഗമം അല്ലെങ്കിൽ പ്രവാസി സമ്മിറ്റാണ്. അതിനുശേഷം ബിസിനസ് സെമിനാറിലേക്ക് പോകും. തുടർന്നുള്ള കാര്യങ്ങൾ പുറകെ അറിയിക്കും. ഇപ്പോൾ നമ്മുടെ പ്രവാസി സമ്മേളനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് നടക്കുന്ന പരിപാടികൾ ഞാൻ പറഞ്ഞതുപോലെ 12 മണിക്കൂർ പരിപാടിയാണ്. ഒരിക്കലും ആർക്കും ബോറടിക്കുന്നില്ല. നിറയെ പരിപാടികൾ. ഇതിന്റെ MC ആയിട്ട് നമ്മളെ ലീഡ് ചെയ്യുന്നത് ലക്ഷ്മി പീറ്റർ. എല്ലാവർക്കും സുപരിചിതയായ ലക്ഷ്മി പീറ്റർ ഇവിടുത്തെ ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി ഓണറാണ്. ക്ലാസിക്കൽ ഡാൻസിൽ ഈ അമേരിക്കയിൽ വിവിധ സ്റ്റേറ്റുകളിൽ പരിപാടികൾ നടത്തിയിട്ടുള്ള, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ MC, ടെക്സാസിലെ മാത്രമല്ല അമേരിക്കയിലെ പ്രൊഫഷണൽ MC ആയ ലക്ഷ്മി പീറ്ററാണ് ഇന്നത്തെ പരിപാടിയുടെ ലീഡ് റോള് MC കൈകാര്യം ചെയ്യുന്നത്. ലക്ഷ്മി പീറ്റർ. താങ്ക് യു സോ മച്ച് എവരിബഡി. എല്ലാവർക്കും നമസ്കാരം. അതോടുകൂടി തന്നെ എൻ്റെ പാർട്ട്ണറായ ഇന്ന് MC ഡ്യൂട്ടീസും ചെയ്യുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്, മീഡിയ പ്രവർത്തകൻ ശ്രീ ജിമോൻ്റെ കൂടിയാണ് ഇന്ന് നമ്മൾ പ്രോഗ്രാംസ് എല്ലാം ലീഡ് ചെയ്യാൻ പോകുന്നത്. സോ ശ്രീ ജിമോൻ റാന്നിക്കും നല്ലൊരു അപ്ലോസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ലീഡ് ഓഫ് ഓൾ ഓഫ് ടുഡേസ് പ്രോഗ്രാംസ്. താങ്ക് യു ലക്ഷ്മി. നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി മാറ്റാം. തീർച്ചയായിട്ടും. നമ്മുടെ 45 മിനിറ്റ്സ് ലേറ്റിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഓടുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്നാണ് നമ്മുടെ പരിപാടികൾ നടത്തുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായിട്ടാണ് എല്ലാ പരിപാടിയും നടത്തുന്നത്. ഇതിന്റെ സംഘാടകർ കഴിഞ്ഞ വർഷം തന്നെ വലിയ ഒരു പരിപാടി ഇവിടെ നടത്തി വിജയം വരിച്ച നമ്മുടെ ശ്രീ ജെയിംസ് കൂടുതലാണ്. അദ്ദേഹത്തിന്റെ ഒരു തല പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മനോഹരമായ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം, കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിന്റെ ചീഫ് എഡിറ്ററും ഓണറുമായ ശ്രീ ജെയിംസ് കൂടലിനെ ഈ സമ്മേളനത്തിലേക്ക് വെൽക്കം സ്പീച്ചിലേക്ക് ക്ഷണിക്കുന്നു. ചെയർമാൻ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്. Good morning, everyone. Today our chief guest, Honorable former Minister and Honorable former opposition leader, People's Leader, Mr. Ramesh Chandra MLA. Other dignitaries, Consul General Prasad Sona, Mayor Sri Ken Matthew, Honorable Foreman County Judge Surendra Patel, Honorable Judge Ms. Julie Matthew, my brother, big brother, Mr. Babu Stephen, Okara President, Overnight and Representative Sri Baby Malakundel, Dancing Association President David Newton, Bhuvanaya Priest, ഇവിടെ ഇരിക്കുന്നവരെല്ലാം പേരെടുത്ത് വെൽക്കം ചെയ്യേണ്ടവരിക്കറിയാം. ഇത് ഒട്ടേറെ സെഷൻസിലൂടെ നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് പരിചയപ്പെടാനും നിങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മളെല്ലാം കറക്റ്റ് ടൈമിന് തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും 45 മിനിറ്റ്സ് ഡിലേ ആയതുകൊണ്ട് ഞാൻ അവിടെ പ്രത്യേകിച്ച് പേരിട്ടത് പരിചയപ്പെടുന്നില്ല. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് established 5 years before in connection with the 50th anniversary of our own former Chief Minister Sri ഉമ്മൻചാണ്ടിയുടെ 50ാമത് MLA എന്ന നിലയിലുള്ള ആ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് തുടങ്ങിയത്. ഇനാഗുറേറ്റ് ചെയ്തത് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് വേണ്ടി തന്നെ ഞാൻ 1 മിനിറ്റ് ആദരവ് അർപ്പിക്കുവാൻ വേണ്ടി 1 മിനിറ്റ് നമുക്ക് മൗനം വയ്ക്കും. അതുപോലെ തന്നെ ഇൻഡോ അമേരിക്കൻ മീറ്റാണ് ഇത് വരുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാരെയും നമ്മുടെ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടുന്ന രാഷ്ട്രപിതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് സ്മരിക്കാം. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ എന്നത് മാത്രമല്ല, ലോകത്തെ മലയാളികളെയും അമേരിക്കയിലെ മലയാളികൾക്ക് ഒന്നിക്കുവാനുള്ള ഇതുപോലെയുള്ള വേദികൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെയുള്ള പരിപാടി നടത്തുന്നുണ്ട്. ഞങ്ങളൊരു നിമിത്തം മാത്രമാണ്. ഈ പ്രോഗ്രാം തന്നെ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയിലെ ഹൂസ്റ്റണിലെ എല്ലാ സംഘടനകളും നമ്മൾ യോജിച്ചു എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത.
ഹോമയായാലും ഫൊക്കാനയായാലും വേളുവിളി കൗൺസിലായാലും മലയാളി അസോസിയേഷനായാലും ഇവിടുത്തെ ഒരുമയായാലും തുടങ്ങിയ നേഴ്സിംഗ് അസോസിയേഷനായാലും എല്ലാ സംഘടനകളും ഈ പരിപാടി ഏറ്റെടുക്കുകയും ഇത് ഓസ്റ്റിന്റെയും അമേരിക്കയുടെയും ഒരു ഉത്സവമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള നന്ദിയുണ്ട്. ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ പ്രസംഗത്തിൽ പ്രസക്തിയില്ല. ഇത് സ്നേഹത്തിന്റെ ഒരു കൂടിച്ചേരലാണ്. തമ്മിൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിന്റെ പ്രത്യേകത. പരസ്പരം പരിചയപ്പെടുക, സ്നേഹം പങ്കുവെക്കുക, അറിയുക, തമ്മിൽ അറിയുക. അത് നമ്മുടെ ബിസിനസ്സിനെയും നമ്മുടെ വ്യക്തിയെയും സ്വയം പരിചയപ്പെടുക എന്നുള്ള ഒരു വേദിയാണിത്. ഇവിടെ പ്രസംഗങ്ങൾക്ക് പ്രസക്തിയേ ഇല്ല. ഇവിടെ നമുക്ക് സ്നേഹത്തിന്റെ കൂടിച്ചേരലാണ്. നമ്മൾ സ്നേഹം പങ്കുവെക്കുകയാണ്. ഇവിടെ വെറുപ്പിനും വിദ്വേഷത്തിനും പകയ്ക്കും സ്ഥാനമേ ഇല്ല. ഇന്ന് ഒരു ദിവസം നമ്മൾ ആഹ്ലാദിക്കുകയാണ്. നിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള എല്ലാ വിഭവസമൃദ്ധമായ വിരുന്നുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും എല്ലാ സംസ്കാരവും ഒന്നിച്ചേരുന്ന ഒരു സംഗമമാണ് ഇത്. ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി, ഫെസ്റ്റിവൽ ഓഫ് ലവ്. നമുക്ക് ആടിത്തീർക്കാം. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സഹോദരനായി വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ ഹൃദയത്തോട് ചേർത്തി എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തിരക്കിനിടയിലും ഇവിടെ എത്തിയതിൽ നമ്മുടെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം 2 ദിവസം ചെലവഴിക്കുന്നതിനോട് ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മേയർ ബഹുമാനായ കെമാത്തി സ്റ്റാഫോർഡ് നമ്മളെല്ലാം മേയറാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു. നമ്മുടെ ഇന്ത്യൻ എംബസിയെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നു. We are saluting you, sir. We are proud of we are Indian, but we are Indo-American. But still we are saluting our nation, our Prime Minister, all the soldiers, all the warriors. We are with you, sir. Our court judge, സുരേന്ദ്രൻ പട്ടേൽ, നിങ്ങൾക്കറിയാം, കണ്ണൂരിൻ്റെ വീടുതൊഴിലാളിയായി തുടങ്ങി. ഒരു വീടുതൊഴിലാളിയായി ഇന്ന് ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജായിരിക്കുന്ന സുരേന്ദ്രൻ പട്ടേൽ ഞങ്ങളുടെ അഭിമാനമാണ്, നമ്മുടെ എല്ലാ അഭിമാനവും. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതേപോലെ നമ്മുടെ പെങ്ങൾ ജൂലി മാത്യു ഞങ്ങളുടെ എല്ലാം അഭിമാനമാണ്. ജൂലി മാത്യുവിനെ അവർ സിസ്റ്റർ ജൂലി മാത്യുവിനെ വി ആർ വെൽക്കം യു. നമ്മുടെ 3 സംഘടനയുടെ റെപ്രസെന്റേറ്റീവ്സ് നമ്മുടെ തോമസ് മുട്ടയ്ക്കൽ എത്തിയിട്ടില്ലെങ്കിലും global president in Beijing, Mr. Babu Shivan is here. Our global vice president Tangam Arvind is here. Our America region president, our Dr. Shibu Shaumel Upde, എല്ലാവരും എത്തിയിട്ടുണ്ട്. വേടുകളുടെ കൗൺസിലിന്റെ ഈ ഭാരവാഹികളെല്ലാം സ്വാഗതം ചെയ്യുന്നു. തോമസ് മുട്ടയ്ക്കൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഫൊക്കാനയുടെ പ്രസിഡന്റ്, ഫൊക്കാനയാണല്ലോ ഇവിടെ ആദ്യമല്ലേ ഉണ്ടായിരുന്നു. ഫൊക്കാനയുടെ പ്രസിഡന്റിനകത്ത് സജീവമാണ്. ഞാൻ അദ്ദേഹം ന്യൂജേഴ്സിയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഹോമയുടെ പ്രസിഡന്റ് നമ്മുടെ ബേബി മണിക്കൊന്നിൽ ഞാൻ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഹോമയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ഇരിക്കുകയാണ്. ഫൗണ്ടർ പ്രസിഡന്റ് ഫൊക്കാനയുടെ പ്രസിഡന്റാണ് അല്ലേ? റഷ്യയുടെ എല്ലാത്തിൻ്റെയും പ്രസിഡന്റാണ്. റഷ്യയെ സ്വാഗതം ചെയ്തു. നേഴ്സിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ്. നമ്മൾ നേഴ്സിംഗ് അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു സ്ത്രീ അല്ലേ, എന്നാൽ അമേരിക്കയിലാണ് നമ്മൾ അമേരിക്കയിലെ സമ്പത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളൊക്കെ അമേരിക്കയിൽ വരാൻ കാരണഭൂതരായത് നേഴ്സസാണ്. നമ്മൾ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഇന്ത്യൻസിന്റെ എമിഗ്രേഷൻ തുടക്കം കൊടുക്കുന്നത് നേഴ്സസാണ്. വി ആർ സല്യൂട്ടിങ് അവർ നേഴ്സസ്, അവർ അന്നദാതാക്കളെ സല്യൂട്ട് ചെയ്യുന്നു. സല്യൂട്ട് ചെയ്തു. പിന്നെ IPCNയുടെ പ്രസിഡന്റ് പ്രസ് നോക്കിയിരിക്കുകയാണ്, വല്ല കിട്ടുമെന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ സെക്രട്ടറി സ്വാഗതം ചെയ്തു. നമ്മുടെ ഇൻഡിവിജ്വൽ ഗസ്റ്റായി നമ്മുടെ CGF വൈസ് പ്രസിഡന്റ് അവിടെ ഇരിക്കുകയാണ്. നമുക്ക് വേദിയുണ്ട്. സുജയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ സ്വാഗതം ചെയ്യാൻ ഒട്ടേറെ ആളുകളുണ്ട്. അവിടെ നമ്മുടെ ബഹുമാനായ അച്ഛൻ നമ്മുടെ എല്ലാ പരിപാടിയിലുള്ള അച്ഛൻ KB ഗുരുവിടെ സ്വാഗതം ചെയ്യുന്നു. അവർ പാർട്ട്നേഴ്സ്, അവർ ഈവൻ പാർട്ട്നേഴ്സ്, അവർ സ്പോൺസേഴ്സ്, lot of people are here. We are വിവിധ സ്റ്റേജ് വേദികളിൽ അവിടെയെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. We are welcome all of you for this wonderful day. Thank you. Thank you so much, Sri James Koodal. And like our chairman of Global Indian Media said, we're kicking off
the Indo-American Festival for 2025 today. So we're representing community leaders, community organizations, we're representing business-driven organizations, as well as arts and entertainment. And I think it would be remiss of us not to kick off this beautiful event that brings all of us Indians in Houston and other locations of the world together under the banner of Global Indian News. And who would be better to kick this off for us rather than Shri Prashant K. Sona, who is representing the Consulate of India as a consul. He's also head of Chancery, Consul Coordination. So sir, आपके लफ्जों में दो शब्द हम सब के लिए also as well. Thank you so much. Good afternoon, Namaskar. On behalf of my Consul General, Mr. D.C. Manjunath, I convey my best wishes to all of you and Mr. James for organizing such a wonderful event. It's really a pleasure to, as a consulate, especially when we are in foreign land, our diaspora is our strength. And I'm proud to say that the diaspora in Houston has been inspiration for diaspora all around. The Howdy Modi event that has been done here, it is still like an inspirational event. We could not repeat it. We have tried to repeat it, that kind of gathering and all together, of course. And it goes to the hard work of the community and hard work of the diaspora. I also take this opportunity to state that diaspora has always told that we are not Indian, we are Indo-American. But of course, whatever you are, but you will still have India within you, and that's what we count as our strength. When our Honorable Prime Minister PM Modi is looking for Viksit Bharat by 2047, that's a target our PM has set for us. So he is counting Indian diaspora as one of the important strength, or one of the important factors that will contribute achieving of that goal. Without your contribution, without your active participation in this journey of Viksit Bharat, it will be difficult to achieve. So I call upon all the community members and diaspora leaders to get engaged, to remain together, and also try to engage with Indian journey to the development in the Viksit Bharat. Because as the Indian grow, the importance of Indian community and Indian diaspora will also have its own it's a mutual growth for India. കൂടുതൽ അവസരങ്ങളിലേക്ക് നമ്മുടെ തലമുറകളെ കൈപിടിച്ചുയർത്തുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. 7 കടല് കടന്ന് ഇവിടെ വന്ന് പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുത്തവർ ആണ് നിങ്ങൾ. പുതിയ സാമ്രാജ്യങ്ങൾ കീഴടക്കിയവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Thank you so much, Ramesh ji. And അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ വാക്കുകളിലോടുകൂടി നമുക്ക് ഇന്ന് രാവിലത്തെ presentations തുടങ്ങാം. We have some wonderful business tycoon presentations planned today, but അതിനു മുൻപേ തന്നെ ഇന്നിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അവരുടെ 2-3 വാക്കുകൾ we can listen to. Few felicitations specifically targeting certain topics that these community leaders would like to highlight for us today. ആദ്യമേ തന്നെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് World Malayali Council representative, the president of World Malayali Council, Shri Thomas Mortikera. See if Shri Thomas Mortikera, if you can please come up here, sir. As all of you guys know, Mr. Mortikera is a very, very respected and revered businessman as well, but he's also been doing great community work under the umbrella of World Malayali Council. So അദ്ദേഹം ഇന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന topic is around senior citizens. Is that right, sir? Senior citizens issues in Kerala and USA. What a fiery topic. So love to hear more about that from you. ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് ഗ്രീറ്റ് ചെയ്യുന്നില്ല. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ മറ്റ് സംഘടനകളെ
കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് അസോസിയേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തപ്പോൾ ആദ്യം അതേപ്പറ്റി കുറച്ചുകൂടി ആഴമായിട്ട് പഠിക്കുക എന്നുള്ളത് ചെയ്തു. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ മെസ്സേജ് എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ മെയ് മാസം മുഴുവൻ ഞാൻ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും ഞങ്ങൾ ഈസ്റ്റേൺ കൺട്രികളിലൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ കണക്റ്റിംഗ് ദ മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ്, that's a different feeling. Because associations എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ അല്ല ഒരു രാജ്യത്തെ ലിമിറ്റ് ചെയ്തുള്ളതാണ്. പക്ഷേ മലയാളി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ഞാൻ ഡീറ്റെയിലിൽ പോകുന്നില്ല, എൻ്റെ വിഷയം അതല്ലല്ലോ. പ്രവാസി സംഗമം അല്ലെങ്കിൽ പ്രവാസി സമ്മിറ്റാണ്. അതിനുശേഷം ബിസിനസ് സെമിനാറിലേക്ക് പോകും. തുടർന്നുള്ള കാര്യങ്ങൾ പുറകെ അറിയിക്കും. ഇപ്പോൾ നമ്മുടെ പ്രവാസി സമ്മേളനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് നടക്കുന്ന പരിപാടികൾ ഞാൻ പറഞ്ഞതുപോലെ 12 മണിക്കൂർ പരിപാടിയാണ്. ഒരിക്കലും ആർക്കും ബോറടിക്കുന്നില്ല, നിറയെ പരിപാടികൾ. ഇതിന്റെ MC ആയിട്ട് നമ്മളെ ലീഡ് ചെയ്യുന്നത് ലക്ഷ്മി പീറ്റർ. എല്ലാവർക്കും സുപരിചിതയായ ലക്ഷ്മി പീറ്റർ ഇവിടുത്തെ ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി ഓണറാണ്. ക്ലാസിക്കൽ ഡാൻസിൽ ഈ അമേരിക്കയിൽ വിവിധ സ്റ്റേറ്റുകളിൽ പരിപാടികൾ നടത്തിയിട്ടുള്ള, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ MC ടെക്സാസിലെ മാത്രമല്ല അമേരിക്കയിലെ പ്രൊഫഷണൽ MC ആയ ലക്ഷ്മി പീറ്ററാണ് ഇന്നത്തെ പരിപാടിയുടെ ലീഡ് റോള് MC കൈകാര്യം ചെയ്യുന്നത്. ലക്ഷ്മി പീറ്റർ. താങ്ക് യു സോ മച്ച് എവരിബഡി. എല്ലാവർക്കും നമസ്കാരം. അതോടുകൂടി തന്നെ എൻ്റെ പാർട്ട്ണറായ ഇന്ന് MC ഡ്യൂട്ടീസും ചെയ്യുന്ന വളരെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് മീഡിയ പ്രവർത്തകൻ ശ്രീ ജിമോൻ്റെ കൂടിയാണ് ഇന്ന് നമ്മൾ പ്രോഗ്രാംസ് എല്ലാം ലീഡ് ചെയ്യാൻ പോകുന്നത്. സോ ശ്രീ ജിമോൻ റാന്നിക്കും നല്ലൊരു അപ്ലോസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ലീഡ് ഓഫ് ഓൾ ഓഫ് ടുഡേസ് പ്രോഗ്രാംസ്. താങ്ക് യു ലക്ഷ്മി. നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി മാറ്റാം. തീർച്ചയായിട്ടും. നമ്മുടെ 45 മിനിറ്റ്സ് ലേറ്റിലാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഓടുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്നാണ് നമ്മുടെ പരിപാടികൾ നടത്തുന്നത്. അതുകൊണ്ട് സമയബന്ധിതമായിട്ടാണ് എല്ലാ പരിപാടിയും നടത്തുന്നത്. ഇതിന്റെ സംഘാടകൻ കഴിഞ്ഞ വർഷം തന്നെ വലിയ ഒരു പരിപാടി ഇവിടെ നടത്തി വിജയം വരിച്ച നമ്മുടെ ശ്രീ ജെയിംസ് കൂടുതലാണ്. അദ്ദേഹത്തിന്റെ ഒരു തല പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മനോഹരമായ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എല്ലാവർക്കും അറിയാം, കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിന്റെ ചീഫ് എഡിറ്ററും ഓണറുമായ ശ്രീ ജെയിംസ് കൂടലിനെ ഈ സമ്മേളനത്തിലേക്ക് വെൽക്കം സ്പീച്ചിലേക്ക് ക്ഷണിക്കുന്നു. ചെയർമാൻ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്. Good morning, everyone. Today our chief guest, Honorable former Minister and Honorable former opposition leader, People's Leader, Mr. Ramesh Chandra MLA. Other dignitaries, Consul General Prasad Sana, Mayor Sri Ken Matthew, Honorable Portman County Judge Surendra Patel, Honorable Judge Ms. Julie Matthew, my brother, big brother, Mr. Babu Stephen, Okara President, former and representative Sri Baby Manakunde, Dancing Association President David Bhuvanaya Priest, ഇവിടെ ഇരിക്കുന്നവരെല്ലാം പേരെടുത്ത് വെൽക്കം ചെയ്യേണ്ടത് എനിക്കറിയാം. ഇത് ഒട്ടേറെ സെഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് പരിചയപ്പെടാനും നിങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മളെല്ലാം കറക്റ്റ് ടൈമിന് തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും 45 മിനിറ്റ്സ് ഡിലേ ആയതുകൊണ്ട് ഞാൻ അവിടെ പ്രത്യേകിച്ച് പേരിട്ടത് പരിചയപ്പെടുന്നില്ല. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് established 5 years before in connection with the 50th anniversary of our own former Chief Minister Sri ഉമ്മൻചാണ്ടിയുടെ 50ാമത് MLA എന്ന നിലയിലുള്ള ആ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് തുടങ്ങിയത്.
ഇത് ഇനാഗുറേറ്റ് ചെയ്തത് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് വേണ്ടി തന്നെ ഞാൻ 1 മിനിറ്റ് ആദരവ് അർപ്പിക്കുവാൻ വേണ്ടി 1 മിനിറ്റ് നമുക്ക് മൗനം വഹിക്കാം. അതുപോലെ തന്നെ ഇൻഡോ അമേരിക്കൻ മീറ്റാണ് ഇത് വരുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാരെ, നമ്മുടെ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നേടുന്ന രാഷ്ട്രപിതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് സ്മരിക്കാം. ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ എന്നത് മാത്രമല്ല, ലോകത്തെ മലയാളികളെയും അമേരിക്കയിലെ മലയാളികൾക്കും ഒന്നിക്കുവാനുള്ള ഇതുപോലെയുള്ള വേദികൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെയുള്ള പരിപാടി നടത്തുന്നുണ്ട്. ഞങ്ങളൊരു നിമിത്തം മാത്രമാണ്. ഈ പ്രോഗ്രാം തന്നെ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയിലെയും ഹൂസ്റ്റണിലെ എല്ലാ സംഘടനകളും നമ്മൾ യോജിച്ചു എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഹോമയായാലും ഫൊക്കാനയായാലും വേളുമല കൗൺസിലായാലും മലയാളി അസോസിയേഷനായാലും ഇവിടുത്തെ ഒരുമയായാലും തുടങ്ങിയ നേഴ്സിംഗ് അസോസിയേഷനായാലും എല്ലാ സംഘടനകളും ഈ പരിപാടി ഏറ്റെടുക്കുകയും ഇത് ഹൂസ്റ്റണിൻ്റെയും അമേരിക്കയുടെയും ഒരു ഉത്സവമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള നന്ദിയുണ്ട്. ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ പ്രസംഗത്തിൽ പ്രസക്തിയില്ല. ഇത് സ്നേഹത്തിൻ്റെ ഒരു കൂടിച്ചേരലാണ്. തമ്മിൽ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത. പരസ്പരം പരിചയപ്പെടുക, സ്നേഹം പങ്കുവെക്കുക, അറിയുക, തമ്മിൽ അറിയുക. അത് നമ്മുടെ ബിസിനസ്സിനെയും നമ്മുടെ വ്യക്തിയെയും സ്വയം പരിചയപ്പെടുക എന്നുള്ള ഒരു വേദിയാണ്. ഇവിടെ പ്രസംഗങ്ങൾക്ക് പ്രസക്തിയേ ഇല്ല. ഇവിടെ നമുക്ക് സ്നേഹത്തിൻ്റെ കൂടിച്ചേരലാണ്. നമ്മൾ സ്നേഹം പങ്കുവെക്കുകയാണ്. ഇവിടെ വെറുപ്പിനും വിദ്വേഷത്തിനും പകയ്ക്കും സ്ഥാനമേ ഇല്ല. ഇന്ന് ഒരു ദിവസം നമ്മൾ ആഹ്ലാദിക്കുകയാണ്. നിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള എല്ലാ വിഭവസമൃദ്ധമായ വിരുന്നുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും എല്ലാ സംസ്കാരവും ഒന്നിച്ചേരുന്ന ഒരു സംഗമമാണ് ഇത്. ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി, ഫെസ്റ്റിവൽ ഓഫ് ലവ്. നമുക്ക് ആടിത്തിമിർക്കാം. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സഹോദരനായി വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ ഹൃദയത്തോട് ചേർന്നെത്തിയ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തിരക്കിൻ്റെയും ഇവിടെ എത്തിയതിൽ നമ്മുടെ ഈ പരിപാടി നമ്മളോടൊപ്പം 2 ദിവസം ചെലവഴിക്കുന്നതിനോട് ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മേയർ ബഹുമാനായ കെൻമാത്യു സ്റ്റാഫോർഡ് നമ്മളെല്ലാം മേയറാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു. നമ്മുടെ ഇന്ത്യൻ എംബസിയെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നു. We are saluting you, sir. We are proud of. We are Indian, but we are Indo-American. But still, we are saluting our nation, our Prime Minister, all the soldiers, all the warriors. We are with you, sir. Our court judge, സുരേന്ദ്ര പട്ടേൽ, നമുക്കറിയാം, കണ്ണൂരിൻ്റെ വീടുതൊഴിലാളിയായി തുടങ്ങി. ഒരു വീടുതൊഴിലാളിയായി ഇന്ന് ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജായിരിക്കുന്ന സുരേന്ദ്ര പട്ടേൽ ഞങ്ങളുടെ അഭിമാനമാണ്, നമ്മുടെ എല്ലാ അഭിമാനവും. അദ്ദേഹത്തെ ഞങ്ങൾ സാധിക്കുന്നു. അതേപോലെ നമ്മുടെ പെങ്ങൾ ജൂലി മാത്യു ഞങ്ങളുടെ എല്ലാം അഭിമാനമാണ്. ജൂലി മാത്യുവിനെ അവർ സിസ്റ്റർ ജൂലി മാത്യുവിനെ വി ആർ വെൽക്കം യു. നമ്മുടെ 3 സംഘടനയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മുടെ തോമസ് മൊട്ടയ്ക്കൽ എത്തിയിട്ടില്ലെങ്കിലും global president in Beijing, Mr. Babu Shivan is here. Our global vice president Tangam Arvind is here. Our America region president our Dr. Shibu Shaumer ഉൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. വേദികളെ കൗൺസിലിൻ്റെ ഈ ഭാരവാഹികളെല്ലാം സ്വാഗതം ചെയ്യുന്നു. തോമസ് മൊട്ടയ്ക്കൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഫൊക്കാനയുടെ പ്രസിഡന്റ്, ഫൊക്കാനയാണെന്നല്ല ഇവിടെ ആദ്യമല്ലേ ഉണ്ടായിരുന്നു. ഫൊക്കാനയുടെ പ്രസിഡന്റിനകത്ത് സജീവമാണ്. ഞാൻ അദ്ദേഹം ന്യൂജേഴ്സിയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഹോമയുടെ പ്രസിഡന്റ് നമ്മുടെ ബേബി മണിക്കൊന്നിൽ ഞാൻ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഹോമയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ഇരിക്കുകയാണ്. ഫൗണ്ടർ പ്രസിഡന്റ് ഫൊക്കാനയുടെ പ്രസിഡന്റാണ് അല്ലേ? ശശിയേട്ടൻ്റെ എല്ലാത്തിൻ്റെയും പ്രസിഡന്റാണ്. ശശിയേട്ടനെ സ്വാഗതം ചെയ്തു. നേഴ്സിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. നമ്മൾ നേഴ്സിംഗ് അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു സ്ത്രീ അല്ലേ, എന്നാൽ അമേരിക്കയിലാണ് നമ്മൾ അമേരിക്കയിലെ സമ്പത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളൊക്കെ അമേരിക്കയിൽ വരാൻ കാരണഭൂതരായത് നേഴ്സസാണ്. നമ്മൾ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഇന്ത്യൻസിൻ്റെ
എമിഗ്രേഷൻ തുടക്കം കൊടുക്കുന്നത് നേഴ്സസാണ്. വി ആർ സല്യൂട്ടിങ് അവർ നേഴ്സസ്, അവർ അന്നദാതാക്കൾ സല്യൂട്ട് ചെയ്യുന്നു. സല്യൂട്ട് ചെയ്തു. പിന്നെ IPCNയുടെ പ്രസിഡന്റ് പ്രസ് നോക്കിയിരിക്കുകയാണ്, വല്ലതും കിട്ടുമെന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ സിവിൽ വൈസ് ചാൻസലർ സാർ ചെയ്യുന്നു. നമ്മുടെ ഇൻഡിവിജ്വൽ ഗസ്റ്റായി നമ്മുടെ CGF വൈസ് പ്രസിഡന്റ് അവിടെ ഇരിക്കുകയാണ്. നമുക്ക് വേദിയുണ്ട്. സുജയ നമ്മുടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ സ്വാഗതം ചെയ്യാൻ ഒട്ടേറെ ആളുകളുണ്ട്. നമ്മുടെ ബഹുമാനായ അച്ഛൻ നമ്മുടെ എല്ലാ പരിപാടിയിലുള്ള അച്ഛൻ KB ഗുരുവിടെ സ്വാഗതം ചെയ്യുന്നു. Our partners, our event partners, our sponsors, lot of people are here. We are വിവിധ സ്റ്റേജ് വേദികളിൽ അവിടെയെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. We are welcome all of you for this wonderful day. Thank you. Thank you so much, Sri James Koodal. And like our chairman of Global Indian Media said, we're kicking off the Indo-American Festival for 2025 today. So we're representing community leaders, community organizations, we're representing business-driven organizations, as well as arts and entertainment. And I think it would be remiss of us not to kick off this beautiful event that brings all of us Indians in Houston and other locations of the world together under the banner of Global Indian News. And who would be better to kick this off for us rather than Sri Prashant K. Sona, who is representing the Consulate of India as a consul. He's also head of Chancery, Consul Coordination. So sir, aapke lafzon mein do shabde hum sab ke liye also as well. Thank you so much. Good afternoon, namaskar. On behalf of my Consul General, Mr. DC Manjunath, I convey my best wishes to all of you and Mr. James for organizing such a wonderful event. It's really a pleasure to, as a consulate, especially when we are in foreign land, our diaspora is our strength. And I'm proud to say that the diaspora in Houston has been inspiration for diaspora all around. The Howdy Modi event that has been done here, it is still like an inspirational event. We could not repeat it. We have tried to repeat it, that kind of gathering and all together, of course. And it goes to the hard work of the community and hard work of the diaspora. I also take this opportunity to state that diaspora has always told that we are not Indian, we are Indo-American. But of course, whatever you are, but you will still have India within you. And that's what we count as our strength. When our Honorable Prime Minister PM Modi is looking for Viksit Bharat by 2047, that's a target our PM has set for us. So he's counting Indian diaspora as one of the important strength or one of the important factor that will contribute achieving of that goal. Without your contribution, without your active participation in this journey of Viksit Bharat, it will be difficult to achieve. So I call upon all the community member and diaspora leaders to get engaged, to remain together, and also try to engage with Indian journey to the development in the Viksit Bharat. Because as the India grow, the importance of Indian community and Indian diaspora will also have its own. It's a mutual growth for India. He's the attorney assistant with Trump. Here. Thank you. Please look into this camera. So you're a doctor? Hi, I'm not practicing as a doctor right now, but I'm practicing as a doctor. So I'm going to be Maybe one doctor. Okay. So What about you there? Promoter? അല്ലല്ല ഞാൻ Oh,
നമസ്കാരം, എൻ്റെ പേര് ജോസ് കെ ജോൺ, മാക് പ്രസിഡന്റ്. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, പ്രത്യേകിച്ച് മാഗിൻ്റെ പേരിലും. ഇവിടെ ഒരു നല്ലൊരു പരിപാടിയാണ് നടക്കുന്നത്. പല സെമിനാറുകളുണ്ട്. വൈകിട്ട് നല്ലൊരു കാണികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ഷാൻ റഹ്മാൻ ഷോ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും ടിക്കറ്റൊക്കെ എടുക്കാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഈ പരിപാടി ഏറ്റവും വിജയപ്രദമാക്കാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോസ്. എൻ്റെ പേര് കലീന. പരിചയപ്പെട്ടു വരുന്നു. ഹലോ. സജു കലീന. നാട്ടിൽ അബുദാബിയിലെ എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? അബുദാബി എയർപോർട്ടിലായിരുന്നു. ഇത്തിഹാദ് എയർവേസിലായിരുന്നു. 21 വർഷം അബുദാബി എയർപോർട്ടിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. ഞങ്ങൾ എയർപോർട്ടിലൊക്കെ വരുമായിരുന്നു. നമ്മുടെ എക്സ്കലേറ്റർ എലിവേറ്ററൊക്കെ അത് ശരി. അപ്പം ചിലപ്പം പരിചയപ്പെട്ടാണോ അവിടെ ജോലി ചെയ്യുന്ന ഒരു നായരെയൊക്കെ അറിയാമോ? നായർ പഴയ നേരത്തെ ഉണ്ടായിരുന്നു. അറിയാം 25 വർഷമായിട്ട് ആ സെയിം അവിടെ തന്നെയായിരുന്നു. അത് തന്നെ വർഷങ്ങളായിട്ട് പലരെയും അറിയാം. അപ്പോൾ തന്നെ എയർപോർട്ടിലായിട്ട് ഇവിടെ ട്രാവൽ ചെയ്യുന്നവരെയൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട നാട്ടുകാരെ. 2 വർഷം അബുദാബി പോയിരുന്നു, 5 ദിവസത്തേക്ക് പോയിരുന്നു. ഓ അത് ശരി. 18 വർഷത്തിന് ശേഷം ഭയങ്കര വ്യത്യാസം. ഞാൻ എപ്പോഴും ഇടയ്ക്കിടെ എല്ലാ വർഷവും പോകാറുണ്ട്. ഒരു നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ സിസ്റ്റർ അവിടെ മോള് ഷാർജയിലുണ്ട്. അപ്പം ഞങ്ങൾ മിക്കവാറും അങ്ങനെ അതുവഴിയൊക്കെ ഇറങ്ങാറുണ്ട്. ഞങ്ങൾ താമസിച്ച പാസ്പോർട്ട് റോഡ് അബുദാബി സിറ്റി തന്നെ. അറിയാം, ഫ്രണ്ട്സ് റോഡ് അറിയാം. തൊട്ടടുത്ത് തന്നെ അല്ലേ? ആ അതന്നെ. മലയാളി സമയത്ത് പോകണം. കേരള അസോസിയേഷൻ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ താമസിച്ചിരുന്നത്. അതിനടുത്ത് ഉണ്ട്. അത് ശരി. അറിയാം. നാട്ടിൽ വെച്ച് പരിചയപ്പെട്ടുള്ളതാണ്. അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അത് തന്നെ. അത് ശരി. ഞങ്ങൾ ഷിഫ്റ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും സമയം കിട്ടുമായിരുന്നു. ഓക്കെ. അല്ല, ഞാൻ ഇടമൺ റാന്നിയാണ്. ഇവിടെ പിന്നെ ട്രിനിറ്റി സൈം പള്ളി. അത് ശരി. എൻ്റെ ബ്രദറിൻ്റെ CSIയിലെ ഈ അച്ഛനാണ് ഇവിടെയുള്ള നാട്ടിൽ. തോമസ് മാത്യു എന്നാണ് പേര്. ഇപ്പം ഓമല്ലൂർ പള്ളി. ഉണ്ട് ഫാമിലി ആയിട്ട്. മോനുണ്ട്. മോളെ ഷാർജയാണ് കല്യാണം കഴിഞ്ഞ. മോനിവിടെ പഠിക്കുന്നു. ഞങ്ങളുടെ നോർത്ത് ഷോർ. വളരെ സന്തോഷം കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. ഓക്കെ, താങ്ക് യു. പേരെന്താന്ന് പറഞ്ഞാൽ? സെന്നി എന്നല്ലേ? എൻ്റെ ചേട്ടൻ സണ്ണിയുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നാട്ടിലൊരു ഫ്രണ്ടുണ്ട് ഇതിനകത്ത് തന്നെയാണ് പത്രപ്രവർത്തകർ. അതൊരു നമ്മുടെ ആ ദീപികയിലോ ഞാൻ ഗൂഗിൾ ചെയ്ത് പുള്ളിയായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചു. അതെയോ? കാരണം ഈ പേര് വളരെ ചുരുക്കമല്ലേ? അതുകൊണ്ടാണ് പേര് പറഞ്ഞുകൊണ്ടേ പെട്ടെന്ന് ഞാൻ ഓൺലൈനിൽ പുള്ളിയെ വിളിച്ചായിരുന്നു. ഓ അത് ശരി.
അപ്പം ഞാനിവിടെ ഒരു യൂട്യൂബ് ചാനലാണ്, ഹ്യൂസ്റ്റൺ വോയിസ്. ഹ്യൂസ്റ്റൺ വോയിസ്. അതിനകത്ത് നമ്മൾ കൂടുതൽ പേഴ്സണാലിറ്റി ഇന്റർവ്യൂസ് ഒക്കെയാണ് കൂടുതൽ. എനിക്ക് ഫോട്ടോഗ്രാഫി വളരെ ഇൻട്രസ്റ്റ് ഉള്ള. ഓക്കെ. ജീമോനും ഞങ്ങളെല്ലാം ഒരേ സമയത്ത് റാന്നി കോളേജിൽ പഠിച്ചതാ. ഓ ശരി.
11 മണിക്ക് ആരംഭിച്ചതാണ്. ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് അധികം നാളുകളായി ഇവിടെ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നിരവധി പരിപാടികൾ ഇതുവരെ നടത്തി കഴിഞ്ഞു. ഇന്ന് രാവിലെ 11 മണി മുതൽ ബിസിനസ് സെമിനാർ, പ്രവാസി സമ്മിറ്റ്, പ്രവാസി കോൺക്ലേവ്, നഴ്സസ് സമ്മേളനം, അതുപോലെ തന്നെ WMC സമ്മേളനം, മറ്റ് നിരവധി ചർച്ചകൾ, മീറ്റ് ദ ലീഡർ, അതുപോലെ തന്നെ ആസ്ക് എ ക്വസ്റ്റ്യൻ ടു രമേശ് ചെന്നിത്തല. ആ പരിപാടികൾക്ക് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. അടിപൊളി പരിപാടികൾ. 11 മുതൽ 11 വരെയാണ് നമ്മൾ പരിപാടികൾ പറഞ്ഞിരിക്കുന്നത്. ആരും വാച്ചിൽ നോക്കരുത്. മനോഹരമായ നയനമനോഹരമായ ശ്രോതാക്കൾക്ക് രസകരമായ സംഭവങ്ങളും അനുഭവങ്ങളും പകർന്നു തരുന്ന ഷാൻ റഹ്മാൻ ഷോ ഉൾപ്പെടെ ഇപ്പോൾ മനോഹരമായ നല്ല നമ്മുടെ ലക്ഷ്മി പീറ്ററിന്റെ നേതൃത്വത്തിലുള്ള ബ്യൂട്ടി പാജന്റ്, സൗന്ദര്യ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ MC ആയിരിക്കുന്ന ലീഡ് MC മറ്റാരുമല്ല, ലക്ഷ്മി പീറ്റർ. നമുക്കൊക്കെ സുപരിചിതയായി അനേക വേദികളിൽ പ്രൊഫഷണലായി അമേരിക്കയിലെ നിരവധി വേദികളിൽ MC ആയി തകർത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ലക്ഷ്മി പീറ്ററാണ് നമ്മുടെ പരിപാടിയുടെ ഇന്നത്തെ MC. ലക്ഷ്മി പീറ്റർ, അതോടൊപ്പം തന്നെ ലക്ഷ്മിയെ സഹായിക്കാൻ ഞാനുമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടികൾ തുടങ്ങുകയാണ്. അല്പം താമസിച്ചുവെങ്കിലും ആരും വാച്ചിൽ നോക്കരുത്. ധാരാളം പരിപാടികൾ നമുക്കുണ്ട്. നല്ല മനോഹരമായ പരിപാടികൾ ഇനിയും കിടക്കുന്നു. ഈ പരിപാടിയുടെ വെൽക്കത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുവാനായിട്ട് മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ജെയിംസ് കൂടൽ. ഒരാൾ തന്നെയാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ ചേർന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജെയിംസ് കൂടൽ കഴിഞ്ഞ വർഷവും നല്ല ഒരു പരിപാടി നടത്തി. ഈ വർഷവും രണ്ടാമത്തെ പരിപാടിയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ സംഘാടക പാടവം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ കുഞ്ഞുനാൾ മുതലുള്ള സ്നേഹിതൻ ഇവിടെ വന്ന് ബിസിനസ് സംരംഭം ആരംഭിച്ചു. വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. ഈ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിന്റെ CEO ആയ ശ്രീ ജെയിംസ് കൂടലിനെ സ്വാഗതത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തൃശ്ശൂർ സിറ്റി മേയർ ശ്രീ റോബിൻ ഏലക്കാർ, ഓർബൻ കൗണ്ടി ജഡ്ജ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനായ ശ്രീ KP ജോർജ്, ചാപ്പൂർ സിറ്റി മേയർ നമ്മുടെ ബഹുമാനായ ശ്രീ കെൻ മാത്യു, നമ്മുടെ കോർട്ട് ജഡ്ജായ ശ്രീമതി ജൂലി മാത്യു, വേളുമലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ തോമസ് മുട്ടക്കൽ, ഹോമയുടെ പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ, ഹോമയുടെ പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നൽ, വേളുമലയാളി കൗൺസിലിന്റെ ബിസിനസ് ബോർഡിന്റെ ചെയർമാനും മുൻ പൊക്കാന പ്രസിഡന്റുമായ ശ്രീ ബാബു ഷീഫൻ, അഡ്വക്കേറ്റ് വൈരമൺ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ നിന്നെത്തിയ പ്രമുഖ ബിസിനസ്സുകാരനും ചാരിറ്റി പ്രവർത്തകനുമായ വിജയ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിന്റെ ഉടമയും മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് നേതൃത്വം നൽകുന്ന ശ്രീ KP വിജയൻ, നാട്ടിൽ നിന്നെത്തിയിരിക്കുന്ന ശ്രീ മുൻ പുളിങ്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഈപ്പൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന റോഡയിൽ നിന്നെത്തിയിരിക്കുന്ന ബഹുമാനായ അറ്റോർണി അലക്സ് ബാരക് ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും ഉള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ 50ാം നിയമസഭാ ജീവിതത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് 5 വർഷക്കാലമായി പ്രവാസ ലോകത്ത് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഓൺലൈൻ പോർട്ടലായി നിൽക്കുന്നതോടൊപ്പം തന്നെ ലോക മലയാളികളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം, ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോം ഞങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്.
ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു. ഈ വർഷവും ഇന്ന് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 11 മണി, രാത്രി 11 മണി നിൽക്കുന്ന ഒരു അതിമനോഹരമായ വിഭവസമൃദ്ധമായ വിഭവങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാം നമ്മൾ സ്വാഗതം ചെയ്തു. എൻ്റെ പ്രിയ സുഹൃത്ത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതീക്ഷയുമായ ശ്രീ രമേശ് ചെന്നിത്തല, നിങ്ങൾക്കറിയാം, അദ്ദേഹം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, യുവജന പ്രസ്ഥാനത്തിലൂടെ നിരവധി രംഗങ്ങൾ ശോഭിച്ച വ്യക്തിത്വമാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഗാന്ധിഗ്രാം എന്ന് പറയുന്ന ആദിവാസികൾക്ക് വേണ്ടി, ആദിവാസികൾക്ക് കരുത്തേകുന്ന, നമ്മുടെ നാട്ടിലെ സാധാരണ തണലേകുന്ന ഗാന്ധിഗ്രാം പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് സാമൂഹിക സേവന രംഗത്തും അദ്ദേഹത്തിൻ്റെതായ ചുവടുകൾ വച്ചിരിക്കുകയാണ്. എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. കേരള രാഷ്ട്രീയത്തിൽ എടുത്ത് നോക്കിയാൽ ഉമ്മൻചാണ്ടിക്ക് മുമ്പ്, ഉമ്മൻചാണ്ടിക്ക് പിമ്പ് എന്ന് നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരും. ഉമ്മൻചാണ്ടിക്ക് മുമ്പുള്ള കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു നേതാവെങ്കിൽ, ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള കേരളത്തെ നയിക്കേണ്ടതും അതിനർഹതനായ ഏക നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് നിങ്ങളെല്ലാം പേരിൽ, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിൻ്റെ പേരിൽ ഞാൻ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കോർബൻ കൗണ്ടി ജഡ്ജ് ശ്രീ KP ജോർജ്, എൻ്റെ നാട്ടുകാരനും കൂടിയാണ്, കോട്ടിക്കാരനെ, കൊക്കാത്തോട്ടിൽ ഒരു ബസ് പോലും, ഒരു സൈക്കിൾ പോലും പറ്റാത്ത കൊക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇലക്ട്രിസിറ്റി എത്തിയത് അടുത്ത നാളുകളാണ്. ആ നാട്ടിൽ ഒരു ഹൈസ്കൂൾ എന്ന് പറയുന്ന കൊക്കാത്തോട്ടെ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വിദ്യാർത്ഥികളാണ്. അത്രമാത്രം ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും അമേരിക്കയിലെ ഒരു കൗണ്ടി, നമ്മുടെ കൗണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ല, കൗണ്ടിയുടെ അധിപനായി വളർന്നു വന്ന ശ്രീ KP ജോർജ് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇന്നും പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരൻ ശ്രീ KP ജോർജിനെ ഞാൻ ഹാർദവമായി, ബഹുമാനപ്പെട്ട ജഡ്ജ് KP ജോർജിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങോടൊപ്പം ഉണ്ട്. ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും അതിനെ തരണം ചെയ്യാൻ ഞങ്ങൾ അങ്ങോടൊപ്പം ഉണ്ടെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ റോബിൻ ഏലക്കാട്, കണ്ടാൽ പ്രായം തോന്നിക്കുന്ന ചെറുപ്പക്കാരനാണ്. കാനായ യുവജന പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത് വളരെ ചുരുക്കോടുകൂടി വളരെ പെട്ടെന്ന് മിസൂറി സിറ്റി പോലെയുള്ള ഒരു സിറ്റിയെ നയിക്കുവാൻ പ്രാപ്തനാണെന്ന് തെളിയിച്ച 2 പ്രാവശ്യം മേയറായി, 3ാമത്തെ പ്രാവശ്യവും മേയറാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റോബിൻ ഏലക്കാട്, ബഹുമാനായ റോബിൻ ഏലക്കാടിനെ ഞാൻ ഈ വേദിയിലേക്ക് ചെയ്യുന്നു. ജഡ്ജി ജൂലി മാത്യു, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജൂലി മാത്യു തെരഞ്ഞെടുപ്പിലൂടെയാണ് അമേരിക്കയിലെ, പ്രത്യേകിച്ച് കോർബൻ കൗണ്ടിയിലെ ഒരു ജഡ്ജായി വന്നത്. ശ്രീ ജൂലി മാത്യുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ KP വിജയൻ, ഞാൻ പറഞ്ഞു, അദ്ദേഹം വ്യവസായിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊടുക്കുന്നതോടെ തന്നെ നമ്മൾ KP വിജയൻ എന്ന് സേവനശ്രീ അവാർഡ് കൊടുത്ത് സ്വീകരിക്കണം. അത് 1200 പരം ആളുകൾക്കാണ് എല്ലാ മാസവും അദ്ദേഹം ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനം നടത്തുകയാണ്. വിദഗ്ധരായ ആളുകളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, സാധാരണക്കാരുടെ കല്യാണം ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ, സാമ്പത്തികമായ ഉന്നതിയിലാണെങ്കിലും പ്രവൃത്തിയിൽ സാധാരണക്കാരായ ശ്രീ KP വിജയനെ നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ കർമ്മശ്രീ അവാർഡ് കൊടുക്കുന്ന ശ്രീ ബാബു ശിവൻ. ബാബു ശിവന്റെ പേര് ഒരു പേപ്പറിൽ നമ്മൾ കാണാറില്ല. കാരണം അദ്ദേഹം ചെയ്യുന്നതൊക്കെ ആരും അറിയരുത്, അതെല്ലാം ചെയ്യുന്ന സംഘടനകളുടെ പേരിലാണ്. ആയിരക്കണക്കിന് രൂപ സാമൂഹ്യ സേവന രംഗത്ത്, ചാരിറ്റി രംഗത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹം ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ പേരിലാണ്. പൊക്കാനയുടെ പേരിൽ, പ്രസ് ക്ലബിന്റെ പേരിൽ, ഇപ്പം മലയാളി കൗൺസിലിന്റെ പേരിലാണ്. കാരണം അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെട്ടിരുന്നുള്ള ഒരു
താല്പര്യം അതിൽ തന്നെ നിശബ്ദമായ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്ന ശ്രീ ബാബു ശിവനെ ആർദ്രവുമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ 3 പ്രമുഖ സംഘടനകൾ. വീട് മലയാളി കൗൺസിൽ ഗ്ലോബൽ ലോകമൊത്തമുള്ള ഒരു സംഘടനയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ തോമസ് മുട്ടക്കൽ. അദ്ദേഹവും ഒരു പ്രമുഖ വ്യവസായിയാണെങ്കിൽ പോലും അദ്ദേഹവും അറിയപ്പെടുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി 35-40 രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് പ്രവാസികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുവാൻ അദ്ദേഹം നടത്തിയ യാത്രകൾ, വ്യവസായത്തോടൊപ്പം അദ്ദേഹം നടത്തുന്ന സേവനങ്ങളെ നമ്മൾ ഈ അവസരത്തിൽ അംഗീകരിക്കുന്നു. അങ്ങോട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെയാണ് പൊക്കാനയുടെ പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ. ബാബു സ്റ്റീഫന് ശേഷം, അധികായകനായ ബാബു സ്റ്റീഫന് ശേഷം പൊക്കാനയുടെ സാരഥ്യം ഏറ്റെടുത്ത ശ്രീ ഡോക്ടർ സജിമോനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഫോമയുടെ പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഫോമയുടെ അടുത്ത വർഷത്തെ കൺവെൻഷൻ ഊസ്റ്റൽ വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ ഒരു ആഘോഷമായിട്ട് മാറ്റണം, ഊസ്റ്റലിൻ്റെ ഒരു ആഘോഷമായിട്ട് മാറ്റണം. ഞങ്ങൾ ഉറപ്പു തരുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ അമേരിക്കയുടെ ഊസ്റ്റലിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റാൻ എല്ലാവിധമായ സഹായങ്ങളും ഉണ്ടാവുമെന്ന് ഉറപ്പു തരുവാൻ അത് ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ അതുപോലെ നാട്ടിൽ നിൽക്കുന്ന ശ്രീ ഈപ്പൻ കുര്യൻ, എനിക്ക് വളരെ പരിചയമുള്ള ഗുഡ്വിൽ രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ അതിൻ്റെ ചെയർമാൻ ശ്രീ പി ജെ കുര്യൻ സാറാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ശ്രീ ഈപ്പൻ കുര്യനാണ്. ഒട്ടേറെ ആളുകൾക്ക് കിഡ്നി ഡയാലിസിസ് ഉൾപ്പെടെ മറ്റ് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഒട്ടേറെ വിദ്യാഭ്യാസ സഹായം ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ സൊസൈറ്റി. അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഈപ്പൻ കുര്യനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒട്ടേറെ സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മളെ ഈ പരിപാടിയുടെ തുടക്കം മുതൽ നമ്മളെ ബ്രാഞ്ച് ചെയ്യുന്നത് ടെന്നസ് പ്രോപ്പർട്ടീസാണ്. ടെന്നസ് പ്രോപ്പർട്ടീസിൻ്റെ ചെയർമാൻ ശ്രീ സുരേഷ് ഗോവിന്ദൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മളെ ടെന്നസ് പ്രോപ്പർട്ടിയാണ് ഈ ഷോ പ്രൊവൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. IPC അമേരിക്കയിലെ പത്രക്കാരുടെ സംഘടനയാണ് IPC. അതിൻ്റെ പ്രസിഡന്റ് സുനിൽ കൈസാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്കറിയാം, CGFNനെ സംബന്ധിച്ച് കേൾക്കാത്ത ഒരു മലയാളി നേഴ്സും നാട്ടിൽ കാണിക്കില്ല. CGFNസിൻ്റെ വൈസ് പ്രസിഡന്റായി നമ്മുടെ അഭിമാനമായി നമ്മുടെ ഒരു സഹോദരി ഇരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസ ലോകത്ത് നമുക്കെല്ലാം സന്തോഷം നൽകുന്ന കാര്യമാണ്. ശ്രീമതി സുജാത് തോമസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നൈനായുടെ പ്രസിഡന്റ്, നൈന എന്ന് പറയുന്നത് അമേരിക്കൻ നഴ്സിംഗ് അസോസിയേഷൻ. നമ്മൾ ഇന്ന് അവരെ ഓണർ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകാൻ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായാലും അമേരിക്കയിലേക്കും പോകാൻ കാരണഭൂതരായത് നേഴ്സസാണ്. എൻ്റെ വൈഫും നേഴ്സാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി അമേരിക്കയിലെ നമ്മുടെ എല്ലാം നേഴ്സ് അസോസിയേഷനെ പ്രതിദാനം ചെയ്യുന്ന താര സാജൻ അതിൻ്റെ വൈസ് പ്രസിഡന്റാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഊസ്റ്റൺ നഴ്സിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് ഒരു ആണൊരുത്തൻ അല്ലേ, അതിൻ്റെ പ്രസിഡന്റായി ഒരു ആണൊരുത്തൻ വന്നിരിക്കുന്നു. അതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ശ്രീ ബിജുവിട്ടനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ WHO ബോർഡ് മെമ്പർ ശ്രീ ഗ്ലോറിയ ലാമല്ല എത്തിയിട്ടുണ്ട്, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഊസ്റ്റൺ മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വളരെ നമ്മൾക്കെല്ലാം അഭിമാനമുള്ളതാണ്, നമ്മുടെ തറവാടാണ്. അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ കൈത്താങ്ങായി വന്ന 2 സംഘടനകളുണ്ട്. ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ടിസാക്കാണ്. ടിസാക്കിൻ്റെ ചെറുകുറുക്കുള്ള ഈ പ്രോഗ്രാം ഊസ്റ്റൺ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കെല്ലാം സല്യൂട്ട് കൂടുന്നു. ആ ടിസാക്കിൻ്റെ ചെറുകുറുക്കുള്ള അതിൻ്റെ നേതൃത്വം നൽകുന്ന ഡാനിക്കും സഹപ്രവർത്തകർക്കും ശ്രീ ജിജു കുളങ്ങര എല്ലാത്തിനകത്തുണ്ട്. ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞു പറയുന്നത് ഊസ്റ്റണിലെ എല്ലാ പരിപാടിക്കുണ്ട്. ശ്രീ ജിജുവിനും ഞാൻ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്, നമ്മുടെ അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ്
നമ്മുടെ ഈ പരിപാടിക്ക് ആദ്യം തന്നെ എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സൗത്ത് ഇന്ത്യൻ ചേംബേഴ്സിൻ്റെ പ്രസിഡന്റ് ജോർജ് ജോസഫിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഡോക്ടർ ഷിബു ഷോമേൽ, അദ്ദേഹം വളർന്നു വരുന്ന ഡാലസ് കേന്ദ്രമായിട്ട് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഒട്ടേറെ കഴിഞ്ഞ പ്രാവശ്യം മേയറായി നിന്ന് മത്സരിച്ചിരുന്നു. ഡോക്ടർ ഷിബു ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഡോക്ടർ ഷിബു ഷോമേലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പോലീസ് ഓഫീസർ, നമ്മുടെ അഭിമാനമായ ഹൂസ്റ്റണിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റനായി നിൽക്കുന്ന ശ്രീ മനോജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്കെല്ലാം അഭിമാനമാണ്. നമ്മുടെ ഒരു മലയാളി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് തലപ്പത്ത് വരുന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമാണ്. അവരെ ശ്രീ മനോജിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാധ്യമപ്രവർത്തകര് എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഹൂസ്റ്റണിലെയും അമേരിക്കയിലെയും എല്ലാ മാധ്യമപ്രവർത്തകരും തുടക്കം മുതൽ നമ്മൾ ഇതിനു വേണ്ടി നിന്നു. പ്രത്യേകിച്ച് ഷീബ നിൽക്കുന്ന മല്ലു കഫേ തുടങ്ങിയ എല്ലാ ചാനലുകളും, എല്ലാ റേഡിയോ സ്റ്റേഷനായാലും മാധ്യമ സ്ഥാപനങ്ങളായാലും എല്ലാം നമുക്ക് തുടക്കം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഞാൻ സ്വാഗതം ചെയ്തു. ഈ സംഘടന അതുപോലെ തന്നെയാണ് ഫൊക്കാന ഹോമ വേൾഡ് മലയാളി കൗൺസിൽ പോലെ തന്നെ നമ്മുടെ ഇതിനുവേണ്ടി നമ്മുടെ സഹായം എത്തിച്ച സംഘടനയാണ് പ്രാദേശിക സംഘടനകൾ ഒരുമയുടെ ജീൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരുമയുടെ അതിൻ്റെ പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്തു. നിങ്ങൾക്ക് ഇത് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇത് നമ്മുടെ സന്തോഷം പങ്കുവെക്കാൻ ഉള്ള ദിവസമാണ്. ആ സന്തോഷം പങ്കുവെക്കാനുള്ള നിമിഷങ്ങളാണ് ഇനി 5 മണിക്കൂർ കടന്നു പോകുന്നത്. ഈ ആശയം ഗോപന്യ എന്ന് പറയുന്ന ഒരു ആശയം ഞാൻ മുന്നോട്ട് വെച്ചപ്പോൾ എനിക്ക് തണങ്ങായിരുന്ന, ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും യെസ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന 2 പേരുണ്ട്. ഒന്ന് തോമസ് സ്റ്റീഫൻ, എൻ്റെ സഹോദരനെ പോലെ എൻ്റെ എല്ലാ പ്രവർത്തനം, ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിനായാലും മറ്റു പ്രവർത്തനങ്ങൾക്കായാലും കൂടെ നിൽക്കുന്ന തോമസ് സ്റ്റീഫനും, ഇപ്പോൾ എനിക്ക് പുതുതായി കിട്ടിയിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് ശ്രീ ബിനോയ് ജോൺ. അവിടെ 2 പേരുടെയും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഞങ്ങളുടെ 3 പേരുടെയും എല്ലാ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഞാൻ ആരുടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഷിബു ഷോമേൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഷിബു ഷോമേൽ ചാരിറ്റി പ്രവർത്തകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്, അവിടെ നിൽക്കുന്ന ബിസിനസ്സുകാരനാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം നിൽക്കുന്ന ശ്രീ ലക്ഷ്മി പീറ്റർ, ശ്രീ ജീമോൻ റാന്നി ഉൾപ്പെടെയുള്ള ഈ ഇതിന് നേതൃത്വം നൽകുന്ന സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ റിയൽറ്റർ ആയിട്ടുള്ള ശ്രീ ജോൺ ഡബ്ല്യു വർഗീസ്, ജിബി പാടക്കല്, ആശാ ജിൻസി ജോസ്, അതുപോലെ ഞാൻ മറന്നുപോയി സൗത്ത് പാർക്കിൻ്റെ സാരഥി സുനിൽ കോര. അദ്ദേഹം ഇവിടെ ഉണ്ടോ? സുനിൽ കോര എവിടെ ഉണ്ടെങ്കിലും എനിക്ക് നമുക്ക് മാത്രമല്ല, ഹൂസ്റ്റണിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യൻകാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങായി നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉടമയാണ്. ഇന്ന് ഞങ്ങൾ കമ്മ്യൂണിറ്റി സ്പോൺസറായിട്ടുള്ള ഞങ്ങൾ കാണുന്നത് കമ്മ്യൂണിറ്റി അവാർഡ് ഉണ്ടെന്ന് അങ്ങനെ ആദരിക്കുകയാണ്. സുനിൽ കോരയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഞാൻ ആദ്യം തന്നെ പറയേണ്ട പേരുകളൊന്നായിരുന്നു. ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അലസ് ബാറയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എല്ലാവരെയും ആരെങ്കിലും വിട്ടിട്ട് പോയെങ്കിൽ എന്നെ ക്ഷണിക്കണം. അവരെല്ലാം ഞാൻ ഹൃദയത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഹലോ.